നമസ്കാരം, എൻ്റെ പേര് ഷിംജോ ജെയിംസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേഷൻ ഗ്യാപ്പ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാരൻസിന് പരാതി പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് ഏറ്റവും ആത്യന്തികമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്ന ഒരു ആളാണ് നമ്മുടെ കൂടെയുള്ളത്, ഡോക്ടർ പി വിജയൻ സാർ. നമസ്കാരം സാർ. എന്തുകൊണ്ടാണ് സാർ നമ്മുടെ നാട്ടിൽ പാരൻസും മക്കളും തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാത്തത്? ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ ഒരുപാട് വഴക്ക് പറഞ്ഞും കുറ്റപ്പെടുത്തിയും കമ്പയർ ചെയ്ത് ശാസിച്ചും വളർത്തിയാൽ അവർ പേരൻസുമായിട്ട് പതിയെ അകന്നു പോകും. അപ്പം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിരിക്കാൻ നോക്കണം. എന്നിട്ട് പറഞ്ഞ് ഒരു കോൺവെർസേഷനിൽ കൂടെ പറഞ്ഞ് തിരുത്തി വേണം അവരുമായിട്ട് എപ്പോഴും കളിക്കുകയും തമാശയും എൻജോയ്മെൻറ്റും അവരുടെ യങ്ങർ ലൈഫ് ഭയങ്കരമായിട്ടുള്ള അവരുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്, ഡീപ്പർ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യണം. അപ്പം വളരെ യങ്ങായിരിക്കുമ്പോഴത്തേക്കും ഫാദറൊക്കെ ആയിരിക്കും അവരുടെ ഏറ്റവും ഫാദറും മദറും, പ്രത്യേകിച്ച് ഫാദറൊക്കെ ആയിരിക്കും അവരുടെ ഹീറോസ്. സ്വല്പം കഴിയുമ്പം അവരൊരു 10 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർ സ്വാഭാവികമായിട്ട്, അങ്ങനെയാണ് നേച്ചർ, അവർ അവരുടെ ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ അടുക്കുക. പിന്നെ കൂടുതൽ അവർ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ ഫ്രണ്ട്സുമായിട്ടാണ്. ആദ്യമേ തന്നെ ഇവർക്കൊരു 5ാം ക്ലാസ് 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേന് ടീച്ചേഴ്സാണ് അവരുടെ പിന്നെ ഹീറോസ്. എന്നാലും ഫാദർ സ്റ്റിൽ ഹീറോ ആണ്, മദറിനെയും വലിയ അപ്രൂവലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പതിയെ വരുന്നത് പിന്നെ ഈ ഫ്രണ്ട്സ്, പിയർ പ്രഷർ. ഇവർ ടീനേജ് ആകുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന കഴിഞ്ഞും അഡൽട്ട് ചിന്തിക്കുന്ന കഴിഞ്ഞും കൂടുതൽ ആ സമയത്തൊന്നും പേരൻസിനെ കുറിച്ചുള്ള സപ്പോർട്ട് അധികം കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് എപ്പോഴും ഇത് ഉണ്ടാകാനായിട്ട്, അത് കഴിഞ്ഞ് അവർ ടീനേജ് കഴിഞ്ഞ് പയ്യെ അഡൽട്ട് ആകുന്നതോടുകൂടി അവരിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഡിസയർ ഫോർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും കയറി നിയന്ത്രിക്കാൻ പോകരുത്. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തീരുമാനം എടുക്കാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജോലി എല്ലാവരും ഇൻഡിപെൻഡൻസിയാണ്. അപ്പോൾ ആ ഇൻഡിപെൻഡൻസിക്ക് പേരൻസ് നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ പാസ്റ്റ് കോൺഫ്ലിക്റ്റിൽ പേരൻസ് ഇവരെ ഒരുപാട് കുറ്റം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പേരൻസിലുള്ള വിശ്വാസം ഇവർക്ക് കുറഞ്ഞിട്ടുണ്ടാകും. അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും, ചൈൽഡ്ഹുഡിലുണ്ടായിട്ടുള്ള അവരുമായിട്ടുള്ള ഡിസഗ്രിമെൻറ്റ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈഗോ ക്ലാഷ്. പേരൻസുമായിട്ട് ഞാൻ പറയുന്ന അനുസരിച്ചേ പറ്റൂ, ഇത് കേട്ടേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. അപ്പം എനിക്കും അങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിലുള്ള പ്രോഗ്രാം ഫാദർ എന്തുമാത്രം ഓതൻറ്റിക്കായിട്ടില്ലെങ്കിൽ ഓട്ടോക്രാറ്റിക്കായിട്ട് അടിച്ചമർത്തി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ പ്രോഗ്രാം അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതങ്ങ് കേട്ടാൽ മതി, ഇതങ്ങ് ചെയ്ത് ഇതിങ്ങനെ ചെയ്തിട്ടേ പറ്റുള്ളൂ, ഇത് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ, ഇത് വേസ്റ്റാക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, അങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. ലാംഗ്വേജ് അങ്ങനെയാവും. അത് എനിക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് പ്രോഗ്രാം, ഫാദറിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഈഗോ ക്ലാഷ് വളരെ കാര്യമായിട്ട് കുട്ടികളുമായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുക്കുക. അടുത്ത ഈ പലപ്പോഴും കുട്ടികൾക്ക് വരുന്നത് ഈ ഫാദറിൻ്റെയോ മദറിൻ്റെയോ വ്യൂ പോയിൻറ്റുമായിട്ട് കുട്ടികൾക്കൊട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ വരിക. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ തന്നെ പറയാം, കുട്ടികൾക്ക് ജാതി മത സമ്പ്രദായത്തിലുള്ള നീ ആ ഫ്രണ്ടിനെ എടുക്കരുത് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അത് ഒരിക്കലും സ്വീകരിക്കാൻ, നമ്മുടെ വ്യൂ പോയിൻറ്റിന് പഴഞ്ചൻ വിശ്വാസമാണ് എന്തുകൊണ്ട് അതൊന്നും അവർ സ്വീകരിക്കാൻ തയ്യാറല്ല. അപ്പം ഫാദറിൻ്റെയോ മദറിൻ്റെയോ വ്യൂ പോയിൻറ്റ്, ജാതി മതം, ചെറിയവർ വലിയവർ, പിന്നെ ഫാദറിൻ്റെയോ മദറിൻ്റെയോ ഐഡിയാസ് ഔട്ട്ഡേറ്റഡ് ആണ്, ഇംപ്രാക്ടിക്കലാണെന്നുള്ളത്. നമ്മൾ ദരിദ്രനാണ്, നമ്മൾ ജോലിയാണ്, അതിന് മക്കളോട് പറയുകയാണ് നിങ്ങൾ ഒരുപാട് സമ്പാദിക്കണം, മക്കൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടായ തോൽവികൾ അതുകൂടെ വെച്ചുകൊണ്ടാണ് അവർ നമ്മളെ വിലയിരുത്തുന്നത്. അപ്പം അത് പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ ലൈഫ് ഗോള്, കുട്ടികൾക്ക് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിലേക്ക് അവർ പോകും. അത് പേരൻസുമായിട്ട് ചേരണമെന്നില്ല, അങ്ങനെ വളരെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം അവരുടെ ആഗ്രഹങ്ങൾ. ഇപ്പം എൻ്റെ ഇളയ മകന് പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ഫുട്ബോളർ ആകണമെന്നുള്ളതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവന് ടീനേജ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞായിരുന്നു എനിക്കൊരു ഫുട്ബോളറാകണം. പക്ഷേ എനിക്ക് മനസ്സിലറിയാം അവനൊരിക്കലും നല്ല ഫുട്ബോളർ ആകില്ല, ഫുട്ബോളർ അവന് പറ്റിയ കരിയർ ആയിരിക്കത്തില്ല. പക്ഷേ അവൻ ക്ലബ്ബുകളെക്കുറിച്ചും ഫുട്ബോളിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ കേട്ടോണ്ടിരിക്കും.
ഞാനത് കഴിഞ്ഞ് നീ അതല്ല ഇത് കളഞ്ഞിട്ട് ഇത് പോകണം എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കറിയാം അവന് ഫുട്ബോളർ ഓക്കെ അതായത് അവൻ ശോഭിക്കത്തില്ല എന്നറിയാം. പക്ഷെ എന്നാലും നമ്മളത് വിളിച്ചു പറയാതിരിക്കുക. എൻ്റെ മൂത്ത മകന് IIT-യിൽ ചേരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഞാൻ കോച്ചിങ്ങൊക്കെ കൊടുത്തു. പക്ഷേ അവന് ആദ്യത്തെ പരീക്ഷ ക്ലിയർ ചെയ്ത് രണ്ടാമത്തെ പരീക്ഷയുടെ ഇടയ്ക്ക് എന്നോട് ചോദിക്കുന്നത്, ഞാൻ എന്തിന് IIT പോകണം, എന്തിന് എഞ്ചിനീയർ ആകണം? അപ്പോൾ ഞാൻ പറഞ്ഞാൽ നീയല്ലേ ഡിസൈഡ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏതാണ്ട് അവിടെ എൻ്റെ ആഗ്രഹം പോലെ പ്രകടിപ്പിച്ചതാണ്. ഓക്കെ. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഞാൻ അച്ഛൻ പഠിച്ചത് തന്നെ നിയമം തന്നെ പഠിച്ചാൽ പോരെ? ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിനക്ക് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ നാഷണൽ ലോ സ്കൂളിൽ ചേരാനുള്ള പരിശീലനം ഞാൻ തരാമായിരുന്നല്ലോ. അപ്പോൾ വലിയ പാടുപെട്ട് എഞ്ചിനീയറിങ്ങിന് പോകേണ്ട IIT-ക്കുള്ള കോച്ചിങ്ങിന് പോകേണ്ട കാര്യമില്ല. സാറേ, ഇത്രയ്ക്ക് നമ്മൾക്ക് പാരൻസ് ഇത്രയും പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ഇത്രയും മനസ്സിലാക്കാണ്ടെന്നുള്ളത് സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ വലിയൊരു ക്ലാരിറ്റി കിട്ടി. ശരിക്കും ഈ പാരൻറ്റിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പഠന മേഖല തന്നെയാണല്ലേ? അത് പാരൻസ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പം അത് ഭയങ്കരമായിട്ട് വിറ്റൊരു പുസ്തകം ഇപ്പോഴും ഉണ്ട്, ഓൺലൈനിൽ അത് കിട്ടാനുണ്ട്. പാരൻസിന് മാത്രമല്ല, മാതാപിതാക്കൾ പഠിച്ചിരിക്കേണ്ട 9 പുസ്തകത്തെ ഒരു ബണ്ടിലാക്കിയിട്ടാണ് കൊടുക്കുക. അതെല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇസ്രയേലി പേരൻസ് കുട്ടികളെ ഈ കുട്ടികൾ പറയുന്നതെല്ലാം സാധിച്ചു കൊടുക്കുന്നതോ ഒന്നുമല്ല. ഇപ്പം കുട്ടി വീഴുവാണെങ്കിൽ നമ്മൾ നിലത്തിനിട്ട് 2 അടി കൊടുക്കും. ഇസ്രയേലി പേരൻസ് അങ്ങനെയല്ല, ഒരിക്കലും നിലത്തിനെ ബ്ലെയിം ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കില്ല. കുട്ടി നടന്നു വരണം. അപ്പം മറിഞ്ഞു വീഴും പ്രശ്നമല്ല. അപ്പം നടന്ന് വീഴേണ്ട അകലെ ഹാളിന് അങ്ങേറ്റത്ത് പോയി പേരൻസ് ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. കുട്ടി എങ്ങനെയെങ്കിലും പാടുപെട്ട് വിധത്തിൽ അവിടെ നടന്നു ചെല്ലുവാണെങ്കിൽ ഭയങ്കരമായ അപ്രിസിയേഷനും ആഘോഷവും ആക്കും. ഓക്കെ. അതുപോലെ തന്നെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കും. അപ്പോൾ പേരൻസ് അങ്ങനെ അവൻ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാനും നീന്താനും പഠിപ്പിച്ച് കഴിയുമ്പോൾ ഭയങ്കര ആഘോഷമാക്കി മാറ്റും. അപ്പോൾ സർവൈവൽ കുട്ടികളെ അവിടെ പഠിപ്പിക്കാം. ഇസ്രായേലിൽ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവർക്കറിയാം, നമ്മളിവിടെ ഈ 2 സ്റ്റോറി ബിൽഡിംഗ് ഒക്കെ കിട്ടുന്ന പോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് റെഗുലേഷൻസ് ആണല്ലോ, ഓടയും വെള്ളം ഒഴുകാനുള്ള സൗകര്യവും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ എല്ലാ വീടിനും ബങ്കർ കമ്പൽസറിയാണ്. പെർമിഷൻ കൊടുക്കുമ്പോൾ തന്നെ ബങ്കർ വേണം. അപ്പം ആദ്യമേ തന്നെ പിള്ളേരെ പഠിപ്പിക്കുന്നത് എങ്ങനെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ബങ്കറിലേക്ക് മാറും. എത്ര യുദ്ധം ഉണ്ടായാലും അതിനകത്ത് താമസിക്കുന്ന ആൾക്കാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ സേഫ് സോണിലേക്ക് മാറിക്കൊണ്ട് സേഫായിട്ട് ഭൂമിക്ക് അടിയിലേക്ക് മാറാനായിട്ട് അവർ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ച് വെച്ചേക്കാണ്. ഞാൻ ജപ്പാനിലെ എൻ്റെ ലൈഫിനകത്ത് ഞാൻ കണ്ടൊരു കാര്യമാണ്, ഈ കൊച്ചു കുട്ടികളെ പേരൻസ് സ്കൂളിൽ കൊണ്ടുവിടുന്നതിന് പകരം അവർക്ക് ആദ്യമേ ടീച്ചർ തന്നെ കൊടുക്കുന്ന ട്രെയിനിങ്, എങ്ങനെ ടോയ്ലറ്റ് യൂസ് ചെയ്യണം, എങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, ട്രെയിനിൽ എങ്ങനെ കയറിപ്പോകണം, പിന്നെ ബസ്സിൽ എങ്ങനെ കയറിപ്പോകണം, അവർ കൊണ്ടുവിടാൻ പാടില്ല. അവിടുത്തെ റൂളാണ്. പേരൻസ് സ്കൂളിൽ കൊണ്ടുവിടാൻ പാടില്ല, പിള്ളേർ തന്നെ വരണം. അതിനുള്ള ട്രെയിനിങ്ങാണ് ആദ്യ ദിവസങ്ങളിൽ കൊടുക്കുന്നത്. അപ്പോൾ സർവൈവ് ചെയ്യാനായിട്ടുള്ള അവിടെ ഞാനൊക്കെ പോയപ്പോൾ ഞാനൊരു ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പായിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് ആദ്യം ട്രെയിനിങ് തന്ന കൂട്ടത്തിൽ പറഞ്ഞൊരു കുട്ടി മറിഞ്ഞു വീഴുന്ന കുട്ടിയെ നമ്മൾ എടുത്ത് പൊക്കരുത്, അത് പ്രൊഹിബിറ്റഡാണ്. ആ കുട്ടി തന്നെത്താൻ എഴുന്നേക്കണം. സമുറായി കൾച്ചറിൽ ആ കുട്ടി തന്നെത്താൻ സർവൈവ് ചെയ്യണമെന്നാണ് അവരുടെ ഇത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ആണെന്ന് പരിചയപ്പെട്ടൊരു കുട്ടിയാണ് അക്കിക്കോ എന്ന് വിളിക്കാൻ പാടില്ല, അക്കിക്കോ സാൻ, എന്നോട് ചേർന്ന് ബഹുമാനത്തോടു കൂടിയ കുട്ടിയെ വിളിക്കാനായിട്ട് പാടുള്ളൂ. അതായത് നമ്മളിവിടെ നമ്മളെ കഴിഞ്ഞും പ്രായം കൂടിയവരെ മാത്രമല്ലേ ബഹുമാനിക്കണം, അങ്ങനെയല്ല. അവിടെ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ കുട്ടിയെപ്പോലും ബഹുമാനിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പേരൻ്റ് ലാക്ക് ഓഫ് ഇമോഷണൽ കണക്ഷൻ പേരൻസുമായിട്ട്. അപ്പോൾ പലപ്പോഴും അതിൻ്റെ ലാക്ക്നെസ് കൊണ്ട് ഈ ഒരു അൺട്രസ്റ്റ് വർത്തിയായിട്ട് പൂർണ്ണമായിട്ട് പേരൻസിനോട് അവർക്ക് വിശ്വാസമില്ല. പേരൻസിൻ്റെ പ്രത്യേകിച്ച് ഫാദറിൻ്റെ പാസ്റ്റ് മിസ്റ്റേക്ക്, പാരൻസ് പറയുന്നത് എല്ലാ ദിവസവും മദ്യപിക്കരുതെന്ന് ഫാദർ പറയുന്നുണ്ട്. ഫാദർ എല്ലാ ദിവസവും മദ്യപിച്ചിട്ടാണ് വരുന്നത്. ഇപ്പോഴത്തെ മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്ന് ഫാദർ പറയുന്നുണ്ട്. പക്ഷേ ഫാദർ മിക്കവാറും ദിവസം കുടിച്ചിട്ട് വരുന്നു. അപ്പോൾ പലപ്പോഴും പിന്നെ ഈ ജനറേഷൻ ഗ്യാപ്പിനകത്ത് ഫാദറിൻ്റെ ഈ അഡ്വൈസസ് ഇംപ്രാക്ടിക്കബിൾ ആണെന്നുള്ളത് പിള്ളേർക്ക് പൊതുവെ ഒരു തോന്നലുണ്ട്. പിന്നെ ഈ ഫാദറിനെ കഴിഞ്ഞും കൂടുതൽ ഇമോഷണൽ ഇമ്മച്യൂരിറ്റി പേരൻസ് കാണിക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊരു തോന്നലുണ്ട്, പേരൻസ് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോകുമോ
അങ്ങനെ ഒരു അപ്പോൾ ആ പറയുന്ന അതേപടുത്ത് കേൾക്കാതിരിക്കുക. പിന്നെ ഈ പേരൻസിന് തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പേരൻറ്റിങ് സ്റ്റൈലാണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് പേരൻറ്റിങ്. ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി എന്ന് പറയുന്നത്. പിന്നെ ഇതുമല്ലാതെ നമ്മൾ പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന പേരൻറ്റ്, അതും വളരെ മോശമാണ്. വളരെ മോശമാണ്. നമ്മുടെ ഓൾഡ് ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരുടെ പാരൻസിന് തിരിച്ച് കിട്ടാറില്ല. പഴയ ജനറേഷനിൽ ഇപ്പോൾ 2 മക്കളുള്ളൂ, 1 കുട്ടികളുള്ളൂ. അപ്പോൾ അവർ എന്ത് ആഗ്രഹിച്ചാലും ചെയ്തു കൊടുക്കുന്ന ഒരു അത് പ്രശ്നമാണ്. ഇത് ഒന്നുകിൽ ഈ എക്സ്ട്രീം അല്ല മറ്റേ എക്സ്ട്രീം. ഓക്കെ. അപ്പം നമ്മൾ പേരൻറ്റിങ് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ പാമ്പേർഡ് പ്രിൻസ് എന്നാണ് സൈക്കോളജി പറയുന്നത്. എല്ലാം ചെയ്തു കൊടുക്കുന്ന, എല്ലാത്തിനും വഴങ്ങി കൊടുക്കുന്ന പേരൻറ്റ്. അപ്പോൾ കുട്ടിയുടെ സ്നേഹം കിട്ടാനായിട്ട്, പക്ഷേ പേരൻസിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അവർ ഗൾഫിലൊക്കെ പോയി ജീവിക്കാനായിട്ട്, പൈസ ഉണ്ടാക്കാനായിട്ട് പോകുന്നതൊക്കെ പോയി കുട്ടികൾക്ക് വരുമ്പോൾ ചോക്ലേറ്റ് കൊടുക്കാനായിട്ട് കുറഞ്ഞ സമയം മാത്രമേ അവരുമായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഒരിക്കലും ഒരു ഗുഡ് റിസൾട്ട് എത്തിക്കില്ലല്ലേ സാർ? യഥാർത്ഥ പേരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓതൻറ്റിക് പേരൻസ് ചില കാര്യങ്ങൾ അത് തെറ്റാണെന്നും കുറ്റമാണെന്ന് പറയുകയും കുട്ടികളെ വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്താതെ എപ്പോഴും അവരെ ബ്ലെയിം ചെയ്യാതെയും, അപ്പം ഒരു നല്ല രീതിയിൽ ഡയറക്റ്റ് ഓതൻറ്റിക്കായിട്ട് കൊടുക്കുക. ചില കാര്യത്തിന് കുട്ടി കരഞ്ഞ് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൊടുക്കില്ല. കുട്ടി എത്ര കരഞ്ഞാലും കുട്ടിക്കൊരു കാര്യം മനസ്സിലാക്കണം, ഒരു കാര്യത്തിന് വേണ്ടി കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കില്ല. ഒരു കാര്യത്തിന് ആവശ്യത്തിൽ കൂടുതൽ കരഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കില്ല എന്നുള്ളത്. എന്നാൽ പിന്നെ അപ്പനോട് പറഞ്ഞിട്ട് നടന്നില്ല, അമ്മയോട് ചോദിക്കാം. അപ്പോൾ അമ്മ സാധിച്ചു കൊടുക്കരുത്. അമ്മ ഒരു കാരണവശാലും അപ്പൻ റിജക്റ്റ് ചെയ്ത സാധനത്തെ അമ്മ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. അപ്പോൾ ഇവർ തമ്മിൽ, ആ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഇവർ തമ്മിലൊരു യൂണിറ്റി വേണം. അപ്പോൾ ഇതിനകത്തൊരു പ്രധാന ഇതാണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് എപ്പോഴും ആഗ്രഹിക്കുന്ന അവരുടെ കാലഘട്ടത്തിൽ ഫ്രഷ് പെർസ്പെക്റ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടേതായ ഒരു, അപ്പം ഈ ഫാദർ ഇല്ലെ മദർ വലിയ സക്സസ്ഫുള്ളായിട്ട് കുട്ടികൾ കണ്ടിട്ടില്ല, പിന്നെ എന്തിനാ അവരെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നൊരു. പിന്നെ കുട്ടികൾക്ക് പിന്നെ എപ്പോഴും ഒരു അൺസ്പോക്കൺ നീഡ് ഫോർ അപ്രൂവൽ, അവർ ചെയ്യുന്ന നല്ല കാര്യത്തെല്ലാം നല്ലതെന്ന് പറയണം. അപ്പോൾ നമുക്കൊരു കാര്യം വെച്ചാൽ ഈ അപ്രിസിയേഷൻ കൊടുത്തിട്ട് നല്ലത് ചെയ്യുന്നതിനെല്ലാം അപ്രിഷിയേറ്റ് ചെയ്യുകയും പിന്നെ നല്ലതല്ലാത്തതിനെ നമ്മൾ സൈലൻ്റ് ആകുകയും ചെയ്യുന്ന നല്ലൊരു സ്ട്രാറ്റജിയാണ്. അപ്പം മോശം കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ആ പേരൻറ്റിങ്ങിൻ്റെ ബുക്കിനകത്തൊരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്. 2 ചെറുപ്പക്കാർ പോയി ചേന കട്ടുകൊണ്ട് വരും. അപ്പോൾ എന്നിട്ട് വേവിക്കാൻ കൊടുക്കും. അപ്പോൾ കൂട്ടുകാരൻ അമ്മ നല്ലപോലെ വേവിച്ച് മുളകൊക്കെ ഉടച്ച് കഴിക്കാനായിട്ട് കൊണ്ട് കൊടുത്തു. ഇവൻ്റെ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേന ഇതെല്ലാം ശരിയാക്കി എടുത്തിട്ടിട്ട് വീടിൻ്റെ പുറത്ത് വേപ്പിൻ്റെ ഇലയുണ്ട്, വേവിക്കാനിട്ട കുറേ വേപ്പില കൂടെ പറിച്ചിട്ടു. അപ്പോൾ ഇത് കഴിക്കാനിരുന്നപ്പോൾ ഇത് കഴിക്കുന്നു. അപ്പോൾ എന്താ ഇത് ഭയങ്കര കയ്പ്, അത് അങ്ങനെയാണ് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കുന്ന കട്ട ചേന കഴിക്കും. അപ്പം അവൻ അന്നേരം തന്നെ ആ ഒരു ഇത് പോയി. അവൻ പിന്നീട് ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് അവന് താല്പര്യമില്ലാതായി. മറ്റവൻ ഒരു സ്ഥിരം മോഷ്ടാവായി. അപ്പോൾ അവനെ പിടിച്ച് ജയിലിലിട്ടേക്കുമ്പോൾ അവൻ്റെ അമ്മ കാണാൻ ചെന്നപ്പോഴത്തേക്കും അവൻ പറയുന്നുണ്ട്, എന്നെ കള്ളനാക്കിയത് നിങ്ങളാണ്, നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ്, നിങ്ങൾ തിരുത്തിയില്ല. മെറ്റഫറാണ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഈ ശരിയല്ലാത്തതിനെ നിരുത്സാഹപ്പെടുത്തുകയും നല്ലതിനെ എടുത്തെടുത്ത് പറയുകയും പിന്നെ ഈ ഇമോഷണൽ നെഗ്ലക്റ്റ് പിള്ളേർ ഓർത്തിരിക്കും. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് പ്രശ്നങ്ങളുള്ള സമയത്ത് അവരെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നത്. കുട്ടികളെ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായി വളർത്തിയെടുക്കാനായിട്ടുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന്, പാരൻസിൻ്റെ ഭാഗത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളോട് മാത്രമല്ല എല്ലാത്തിനോടും നന്ദിയുള്ളത്. വേറൊരു കാര്യമാണ്, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാദറിനും മദറിനും എന്ത് സ്ഥാനം കൊടുക്കുന്നു, ജീവിക്കാനുള്ള പൈസ കൊടുക്കുന്നുണ്ടോ? അപ്പം എൻ്റെ അമ്മ ഇന്ന് 99 വയസ്സാണ്, ഫാദർ മരിച്ചുപോയി. പക്ഷേ എല്ലാ മാസവും ഞാൻ അമ്മയ്ക്ക് കൃത്യമായൊരു എമൗണ്ട് കൊടുത്തിരിക്കും, മക്കൾക്ക് അറിയാം. അപ്പോൾ അവരും അറിയണം. അതുപോലെ തന്നെ ഇടയ്ക്ക് പോകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം കൊടുക്കും. അപ്പോൾ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ അത് ഞാൻ പറയാറുണ്ട്, ഞാൻ പഠിക്കാൻ ഏറ്റവും കൂടുതൽ, ഞാനധികം എൻ്റെ കുടുംബത്തിൽ കാര്യമായിട്ട് ആരും പഠിച്ചിട്ടില്ല. ഞാൻ മാത്രമാണ് ഒരു കർഷക കുടുംബത്തിൽ നിന്ന് പഠിച്ചതും പുറത്തോട്ട് വന്നതും തിരുവനന്തപുരത്ത് പഠിക്കാനായിട്ട് വന്നതുമൊക്കെ. പക്ഷേ അത് അമ്മയുടെ പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും മക്കളുടെ അടുത്ത് പറയാറുണ്ട്.
ഓക്കെ ഇപ്പോഴും ഞാൻ നിങ്ങളോടും പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതെന്തുവാണ്, ദാറ്റ് ഈസ് ഫോർ ദ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ പിള്ളേരിങ്ങനെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നിങ്ങൾ സുരക്ഷിതരല്ല. നിങ്ങൾ പേരൻസിന് കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ സുരക്ഷിതരല്ല. അപ്പോൾ ഇനി വേറൊരു കാര്യം ഇപ്പം ലാസ്റ്റ് ഇതായിട്ട് പറയാനുള്ളത്, പല തലമുറകളുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടു വളരുന്നത് ഈ ഒരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷനാണ്. പണ്ട് പത്രങ്ങളിൽ കൂടെ മാത്രം, പത്രവും ആകാശവാണി റേഡിയോയും ഉണ്ടായിരുന്ന കാലഘട്ടം. അത് കഴിഞ്ഞ് ടി വിയിലേക്ക് വന്നു. ടി വിയും വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർനെറ്റിലേക്ക് വന്നു. അപ്പം ഇന്ന് ഒരു ആൾ പിന്നെ 0 വയസ്സ് മുതൽ 20 വയസ്സ് വരെ അബ്സോർവ് ചെയ്യുന്ന ഇൻഫർമേഷൻ പാസ്റ്റ് ജനറേഷൻ്റെ 100 ഇരട്ടിയിൽ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളാണ് വഴികാട്ടികൾ. ഇന്ന് കുട്ടികളാണ് വഴികാട്ടികൾ. കാരണം കുട്ടികൾക്ക് അറിയാവുന്ന പേരൻസിന് അറിയത്തില്ല, പല കാര്യങ്ങളും അറിയത്തില്ല. അപ്പം അതുകൊണ്ട് കുട്ടികളുമായിട്ട് ചേർന്നുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും ജനറേഷൻ ഗ്യാപ്പ് കുറയ്ക്കാനായിട്ട് നമ്മളും കുട്ടികളെ പോലെ ചിന്തിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് സർ.